ഇന്ന് രാവിലെ വെളുപ്പിന് 2:30 ഇന്ത്യയുടെ ഒരു പോസ്റ്റിൽ പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തിയിട്ടുണ്ട്. ബാറ്റ് എന്ന് പറയുന്ന അവരുടെ ബോർഡർ ആക്ഷൻ ടീമാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഇന്ത്യൻ സൈനികരിൽ ഒരു മേജർ അടക്കം 5 പേർക്ക് പരിക്ക് പറ്റുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ ആർമിയിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്നലെയായിരുന്നു നമ്മുടെ കാർഗിൽ ഓർമ്മ ദിവസം. അതായത് 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് 540-ലധികം പട്ടാളക്കാർ നഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഇന്ത്യയാണ് അതിൽ വിജയിച്ചത്. അത്തരത്തിലുള്ളൊരു വിജയമുണ്ടായതിന് ശേഷം അതിൻ്റെ ഓർമ്മ ദിവസം ഇന്നലെയായിരുന്നു. ആ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി ഒരു വലിയ പ്രസംഗം നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്, പാകിസ്ഥാൻ ഇപ്പോഴും നിഴൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ചരിത്രത്തിൽ നിന്ന് പാകിസ്ഥാൻ ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. സത്യമാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവും അതിൻ്റെ ആർമിയും, അവിടുത്തെ ജനങ്ങളല്ല, അവിടുത്തെ ആർമി എന്ന് പറയുന്നത് ഒരു മര്യാദയുമില്ലാത്ത ചതിയന്മാരായിട്ടുള്ള ആളുകളാണെന്നുള്ളത് നമുക്കറിയാം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടാവുകയും ലാഹോറിലേക്ക് നമ്മൾ ബസ് ഇടുകയും സൗഹൃദത്തിൻ്റെ ബസ് എന്ന് പറഞ്ഞ് അതിന് പേരിടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് പാകിസ്ഥാൻ ആർമി അതിനെ തുരങ്കം വെക്കുന്നതിന് വേണ്ടി AB വാജ്പേയിയുടെ കാലത്ത് അവർ അറിയാതെ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ആ ലൈൻ കടന്ന് ഇപ്പുറത്തേക്ക് കടന്നു വന്നത് പാകിസ്ഥാൻ ആർമി. ആ കടന്നു വന്നത് കാണുന്നത് താഷി നാംഗ്യാൽ എന്ന് പറയുന്ന ഒരു ആട്ടിടയനാണ്. അദ്ദേഹം സ്വന്തം ഒരു യാക്കിനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇത്തരത്തിൽ അസ്വാഭാവികമായി ഒരു ആൾക്കൂട്ടം അവിടെ കാണുകയും അതിൽ നിന്ന് 6 പേർ നിന്ന് പാകിസ്ഥാൻ ആർമിയിലുള്ള ആളുകളെ കണ്ടുമുട്ടുകയും അദ്ദേഹം അത് ഇന്ത്യൻ മിലിറ്ററിയെ അറിയിക്കുകയൊക്കെ ചെയ്തത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ കൃത്യമായി പാകിസ്ഥാൻ ആർമിയെ തകർക്കേണ്ട ആവശ്യമുണ്ട്, അത് അടിച്ച് തകർക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ വലിയ അപകടത്തിലേക്കാണെന്നുള്ളതാണ്. നമ്മൾ പല യുദ്ധങ്ങൾ ജയിച്ചിട്ടും പാകിസ്ഥാനോട് ജയിച്ചിട്ടും സത്യത്തിൽ ലോകത്തെങ്ങുമില്ലാത്ത വിധം ഒരു ആർമിയെ നമ്മൾ പരാജയപ്പെടുത്തി അവരുടെ ആയുധങ്ങൾ ഇറക്കി അവർ നമ്മുടെ കാലിൽ വെച്ച് അവരോട് ക്ഷമ ചോദിച്ച് പിന്നീട് അവരുടെ സ്ഥലങ്ങൾ നമ്മൾ എന്ത് ചെയ്താണ് വിട്ടുകൊടുത്ത ഒരു ആർമിയാണ് ഇന്ത്യയുടേതെന്ന് പറയുന്നത്. പക്ഷെ എന്നിട്ടും ഒരു മര്യാദയുമില്ലാതെ അവർ ഇന്ത്യയെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും തോക്കുകളിലൂടെയും ആയുധങ്ങളിലൂടെയുമല്ല, അത് നാർക്കോ ടെററിസത്തിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഇന്ന് കടത്തിവിടുന്ന ഡ്രഗ്സുകളുടെ സിംഹഭാഗവും കടക്കുന്നത് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് കടത്തിവിടുകയും ഇന്ത്യൻ യൗവനങ്ങളെയൊക്കെ തന്നെ ഈ ഡ്രഗിന് അടിമകളാക്കുകയും അതിൽ വളരെ ചെറിയൊരു നാമമാത്രമായിട്ടുള്ള പെർസെൻറ്റേജിനെ അവർ അവരുടെ ടെററിസ്റ്റ് ആക്ടിവിറ്റികൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുകയാണ് സത്യത്തിൽ ജമ്മുവിലും കാശ്മീരിലും ചെയ്തുകൊണ്ടിരുന്നത്. ആ ജമ്മുവിലും കാശ്മീരിലും ചെയ്തുകൊണ്ടിരുന്നതിനെ നമ്മുടെ രാജ്യം എങ്ങനെ നേരിട്ടു എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. കുറച്ച് വലിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ കൂടിയുണ്ട്, അതിലേക്ക് വരാം. അതിനു മുൻപ് ഇത് ജമ്മു കാശ്മീരിൽ നമ്മൾ സമാധാനം പുനഃസ്ഥാപിച്ചത് സത്യത്തിൽ ആർമി 3 തരത്തിലുള്ള പ്രൊജക്റ്റുകൾ അവിടെ നടപ്പാക്കിയതുകൊണ്ടാണ്. ആ 3 തരത്തിലുള്ള പ്രൊജക്റ്റുകൾ നടപ്പാക്കിയതിൻ്റെ ഒന്നാമത്തേതെന്ന് പറയുന്നത്, ഡ്രഗ്സ് കൈവശം വെക്കുന്നവരെ പിടിക്കാൻ ആർമി നേരിട്ട് രംഗത്തിറങ്ങുകയും അവരെ ആർമി തന്നെ ഡീറ്റെയിൻ ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് കാശ്മീരിലും അതുപോലെ ജമ്മുവിലും ഒക്കെ തന്നെയുള്ള ആളുകളെ ഡ്രഗ്സ് കൺട്രോൾ ചെയ്യാൻ ആർമിക്ക് കഴിഞ്ഞത്. രണ്ടാമത്തേത് ആർമി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ സ്റ്റേറ്റ് ഇൻ്റലിജൻസിനോട് നിങ്ങളുടെ വിവരങ്ങൾ കൂടി ഞങ്ങൾക്ക് വേണം എന്നവർ പറയുകയും അങ്ങനെ സ്റ്റേറ്റ് ഇൻ്റലിജൻസുമായിട്ടുള്ള കോർഡിനേഷനിൽ അവിടെ നിന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം സൈന്യം തന്നെ കൈപ്പറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. മൂന്നാമതായി സൈന്യം ചെയ്തത് അവിടുത്തെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ ശക്തിപ്പെടുത്തുകയും അതുവഴിയുള്ള മയക്കുമരുന്നുകളുടെ ട്രേഡിംഗ് കംപ്ലീറ്റായി തടയുകയും ചെയ്തുകൊണ്ടാണ്. ലഷ്കർ-ഇ-തോയ്ബ അടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, ഈ പറയുന്ന ആയുധങ്ങൾ സപ്ലൈ ചെയ്ത ഒരു വഴിയാണ്. അതിനു മുമ്പ് തന്നെ ഇവർ മയക്കുമരുന്നിൻ്റെ കച്ചവടത്തിലൂടെ കോടികൾ ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമാണിവർ. ആ മയക്കുമരുന്ന് അവിടുത്തെ ആളുകൾക്ക് കൊടുക്കുകയും അവരെ പാട്ടിലാക്കുകയും അതിലുള്ള കുറേ ചെറുപ്പക്കാരെയെങ്കിലും അവിടെ തൊഴിലില്ലാത്തമയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ പറയുന്ന തീവ്രവാദത്തിലേക്ക് അവർ ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ തന്ത്രം. ഇത്തരത്തിൽ അവർ വിലക്ക് വാങ്ങിയ ആളുകളെയാണ് പലപ്പോഴും കൊല്ലാനും ചാകാനും വേണ്ടി പാകിസ്ഥാൻ ആർമി വിട്ടുകൊടുത്തുകൊണ്ടിരുന്നത്. മിക്കവാറും അവരുടെ ISIയുടെ ഉന്നത ഉദ്യോഗസ്ഥരും പാകിസ്ഥാനുമൊക്കെ വലിയ ആഘോഷത്തിൽ മറ്റു പല വിദേശ രാജ്യങ്ങളിലും ഇരുന്ന് സുഖിക്കുകയായിരുന്നു. ഇത്തരത്തിൽ പോകുന്ന ഈ പറയുന്ന മയക്കുമരുന്ന് കള്ളക്കടത്തിൻ്റെ കൂടി ഒരു ചങ്ങല അവർക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് നിങ്ങൾ അറിയേണ്ടത്, ഹാജി സലീം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അതായത് ഇന്ന് മയക്കുമരുന്നിൻ്റെ ഇൻ്റർനാഷണൽ റാക്കറ്റ് ലോകത്തുള്ളതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഗ്രൂപ്പുകളിലൊന്നാണ് ഹാജി സലീം ഗ്രൂപ്പ്. ആ ഹാജി സലീം ഗ്രൂപ്പാണ് ISIക്കും ലഷ്കർ-ഇ-തോയ്ബയ്ക്കും അടക്കമുള്ള
ഒരു ലിങ്കും ബ്രിഡ്ജും അവരാണ്. അതായത് ആയുധങ്ങൾ കൊടുക്കുകയും മയക്കുമരുന്നുകൾ കൊടുക്കുകയും പണം കൊടുക്കുകയും എന്നൊക്കെ ചെയ്യുന്നതിൻ്റെ വലിയ ബ്രിഡ്ജ് അവരാണ്. ഇത്തരത്തിൽ ലഭിക്കുന്ന ഹാജി സലീം ഗ്രൂപ്പിന് ലഭിക്കുന്ന പണത്തിൽ നിന്ന് വലിയൊരു വിഹിതം തന്നെ പാകിസ്ഥാൻ്റെ ആർമിയും ആർമിയിലെ വലിയ ഉദ്യോഗസ്ഥരും ISIയുടെ ഉദ്യോഗസ്ഥരുമൊക്കെ മേടിക്കുന്നു എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ ഇപ്പോൾ ഇവർ ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ യഥേഷ്ടം മയക്കുമരുന്നുകൾ കടത്തിവിടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത്തരത്തിൽ ഡ്രഗ്സ് വെക്കാനുള്ളൊരു മാർക്കറ്റ് ഇവിടെ സജീവമാണെന്ന് മാത്രമല്ല, മറ്റു പല ചെറിയ രാജ്യങ്ങളുമായി കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ എന്നറിയാവുന്നതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഒന്ന് ടെററിസം വഴി കിട്ടുന്ന പണവും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഈ ഹാജി സലീം ഗ്രൂപ്പിനൊക്കെ കിട്ടുന്ന പണവും പാകിസ്ഥാൻ അടക്കം അവർക്ക് പണം കൊടുക്കും. അത്തരത്തിൽ കിട്ടുന്ന പണവും കൂടാതെ ഇതുവഴി ഉണ്ടാക്കാവുന്ന കോടിക്കണക്കിൻ്റെ റവന്യൂവും അങ്ങനെ അവർ അത് കിമ്പളമായി ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നതുമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുൻപ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇന്ത്യയുടെ മാർക്കറ്റ് എത്രത്തോളം ഉണ്ട് എന്നറിയാം. ഇന്ത്യയിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുടെ ഒരു മാർക്കറ്റ് ഒഫീഷ്യലി പറയുന്ന കണക്കുകൾ പ്രകാരം തന്നെ 14.6% 3 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 16 കോടിയോളം ആളുകൾ 10 വയസ്സിനും 75 വയസ്സിനും അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് കണക്ക്. ആ കണക്കിൽ തന്നെ 5.2% ആളുകൾ ഇത് ആൽക്കഹോളിനെയാണ് കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂടാതെ 2.63% ആളുകൾ കഞ്ചാവ് പോലെയുള്ള കാനബീസ് പോലെയുള്ള ഐറ്റംസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം 1.18 കോടിയോളം വരുന്ന ആളുകൾ, അതായത് 2.1% വരുന്ന ആളുകൾ ഈ പറയുന്ന മറ്റ് സിന്തറ്റിക് ഡ്രഗുകളെയാണ് കൺസ്യൂം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്ത്യ പോലൊരു വലിയ മാർക്കറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ഇത് തന്നെ പിടിക്കപ്പെട്ടവരുടെ കണക്കാണ് എന്ന് കൂടി അറിയുമ്പോൾ ഇതിനേക്കാൾ എത്രയോ വലിയ ഒരു മാർക്കറ്റായിരിക്കും ഇന്ത്യ എന്നുള്ളത് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കമ്പനികൾക്കറിയാവുന്നതുകൊണ്ട് അവർ വ്യാപകമായി ഇന്ത്യയിലേക്ക് ഇത്തരത്തിലുള്ള ഡ്രഗ്സ് കടത്തിവിടുകയും നമ്മുടെ ചെറുപ്പക്കാരെ അതിനിശിതമായി തകർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാകിസ്ഥാൻ എന്ന് പറയുന്ന ആർമിയെ തകർത്തില്ലെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ഓരോ ദിവസവും കാർഗിൽ യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചെങ്കിലും പിന്നീട് നമ്മൾ ഓരോ ദിവസവും തോറ്റുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചെറിയൊരു കണക്കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഏതാണ്ട് 5 മാസം മുമ്പുള്ളൊരു കാര്യം. ഡിസംബർ 30, 2023 ഡെക്കാൻ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറയുന്ന ഒരു പത്രവാർത്ത കൊണ്ടുവന്നു. ആ പത്രവാർത്ത ഇതാണ്: ഈ പറയുന്ന ഗ്രേറ്റർ നോയിഡ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബുദ്നഗർ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻകാർ അവിടെ തൊട്ടടുത്തുള്ള ഒരു വാളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു വലിയ ബിൽഡിങ് അങ്ങനെ തന്നെ റെയ്ഡ് നടത്തി പിടിച്ചപ്പോൾ അത് ഡ്രഗ്സാണ്. ഡ്രഗ്സ് പിടിച്ചത് 200 കോടി രൂപയുടെ ഡ്രഗ്സാണ് അവിടെ നിന്ന് പിടിച്ചെടുത്തത്. 12ഓളം വരുന്ന വിദേശികളെയും അവിടെ നിന്ന് പിടിച്ചെടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തരത്തിൽ ഗ്രേറ്റർ നോയിഡയിലെ 2 ഇൻസിഡൻറ്റുകളിലായി 300 കോടി രൂപയുടെ ഡ്രഗ്സാണ് ഈ പറയുന്ന നമ്മുടെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്ന ഗ്രേറ്റർ നോയിഡയിലെ പോലീസ് അവിടെ നിന്ന് പിടിച്ചെടുത്തത് അവരുമായി സഹകരിച്ച്. ഈ പിടിച്ചെടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് വെറുതെ ഒരു ഡ്രഗ്സ് കൊണ്ടുവന്നു, ആ ഡ്രഗ്സ് കൊണ്ടുവന്ന് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതല്ല, ഈ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മെത്ത് ലാബുകൾ എന്നറിയപ്പെടുന്ന ലാബുകളാണ്. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പിടിച്ചെടുത്തത് 77 കിലോയിലധികം വരുന്ന പ്യുവർ ക്രിസ്റ്റലായിട്ടുള്ള മെറ്റാഫെറ്റമിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ്. അതായത് നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന ഡ്രഗ്സ് ആയിട്ടുള്ള വലിയ ഡേഞ്ചറസ് ഡ്രഗ്സ് ആയിട്ടുള്ള MDMA എന്ന് പറയുന്ന പദാർത്ഥത്തിൻ്റെ വിശ്വരൂപമാണ് അവിടെ നിന്ന് പിടിച്ചെടുത്തത്. ആ വിശ്വരൂപത്തിന് 1 കിലോയ്ക്ക് 5 കോടി രൂപയിലധികം വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് 1 കിലോയ്ക്ക് 5 കോടി രൂപയിലധികം വരുന്ന അത്തരത്തിലുള്ള മെറ്റാഫിറ്റമിൻ പിന്നീട് അവിടെ നിന്ന് പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ഫാക്ടറിയാണ് ഈ പറയുന്നവർ കണ്ടെത്തിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഫാക്ടറിയിൽ 130-140 കോടി രൂപ കിടക്കുള്ള എക്യുപ്മെൻറ്റ്സ് ഇത് പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നുവെന്നും 12ഓളം വരുന്ന വിദേശ പൗരന്മാരുണ്ടായിരുന്നു എന്നും പറയുമ്പോൾ എത്രമാത്രം ഗൗരവത്തിലേക്കാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ ഡ്രഗ് മാഫിയകൾ പിടിമുറുക്കിയത് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു ഇടപെടലാണ് ഈ ഡ്രഗ് മാഫിയയുടെ ഗ്രൂപ്പിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതലായി പ്രവർത്തിക്കുന്നത് ഈ തീവ്രവാദ സംഘടനകളാണ്. അവർ ഇതുവഴി ഉണ്ടാക്കുന്ന വരുമാനത്തിലേക്ക് കൂടി ഞാൻ വരാം. അതിന് തൊട്ടു മുമ്പ് ഈ 646 സസ്പെക്റ്റുകളെ, അതായത് 646 സംശയകരമായി കണ്ടെത്തിയ ആളുകളുടെ കയ്യിൽ നിന്നും 3972 കിലോഗ്രാം കഞ്ചാവാണ്
ഈ പറയുന്ന 77.15 കിലോഗ്രാം MDMA-യുമാണ് ഈ പറയുന്ന ലക്ഷ്മി സിംഗ് എന്ന് പറയുന്ന അവിടുത്തെ പോലീസ് ചീഫ് നോയിഡയിൽ ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് 6 മാസം കൊണ്ട് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ അവിടെ ഡ്രഗ് മാഫിയയെ എത്രത്തോളം വലിയ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കുന്ന MDMA പോലെയുള്ള അതീവ ഗുരുതരമായ ലഹരി പദാർത്ഥങ്ങൾ പ്രോസസ്സ് ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതല്ല. ഇന്ത്യയിൽ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മെത്താഫെറ്റമിൻ പോലെയുള്ള വലിയ ഡ്രഗ്സ് കൊണ്ടുവന്ന് അത് വീണ്ടും വേർതിരിച്ച് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ലാബുകൾ കൂടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ നാർക്കോട്ടിക് ഡ്രഗ്സുകളുടെ ഉപയോഗത്തിൻ്റെ വർധനവൊന്ന് നോക്കാം. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റിറ്റൻസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഉണ്ട്. ആ ആക്ട് പ്രകാരം കഴിഞ്ഞ തവണ 2016 ഇന്ത്യയിലുണ്ടായിട്ടുള്ള കേസുകളുടെ നമ്പർ എന്ന് പറയുന്നത് 5924 2016. 2019 വരുമ്പോൾ NDPS ആക്ട് പ്രകാരം ഉണ്ടായിട്ടുള്ള വർധനവ് എന്ന് പറയുന്നത് 9245 എന്ന് പറയുമ്പോൾ എത്ര വലിയ വർധനവാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഏതാണ്ട് ഒരു 100% വർധനവാണ്. 2022 വരുമ്പോൾ, അതായത് 2019 9245, 2016 5924, അതിൽ നിന്ന് 2022 വരുമ്പോൾ 26,629 കേസുകളാണ്. എന്ന് പറഞ്ഞാൽ 5000-ൽ നിന്ന് 500% വരുന്ന വർധനവാണ് ഇന്ത്യയിൽ ഈ പറയുന്ന ഡ്രഗ്സിൻ്റെ കേസുകളുടെ കാര്യത്തിൽ മാത്രം ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ അറിയണം. ഇന്ത്യയിൽ കഴിഞ്ഞ കാലങ്ങളിൽ പിടിച്ചെടുത്തിട്ടുള്ള ഡ്രഗ്സിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് കൂടി നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. 2017 ഈ കഞ്ചാവ് പിടിച്ചെടുത്തേക്കുന്നത് 3,52,539 കിലോയാണെങ്കിൽ 2021 വരുമ്പോൾ ആ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുള്ളത് 6,75,631 കാനബീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇത് കഞ്ചാവിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. അടുത്തത് ഒപ്പിയം എന്ന് പറയുന്ന മറ്റൊരു മയക്കുമരുന്ന്. നമുക്കറിയാം താലിബാനിൽ നിന്നൊക്കെയാണ് അത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം. അവർ 2017 പിടിച്ചെടുത്തിട്ടുള്ളത് ഇന്ത്യ 2551 കിലോഗ്രാമാണ്. അതായത് പലപ്പോഴും പിടിച്ചെടുക്കുന്നത് നിലവിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു 2% പോലും നമ്മൾ പിടിച്ചെടുക്കാറില്ല. പക്ഷേ പിടിച്ചെടുക്കുന്നത് 2551 കിലോഗ്രാമാണ് 2017. ആ ഒപ്പിയം 90% വർധനവാണ് 2021 നമ്മൾ പിടിച്ചെടുത്തേക്കുന്നത് 4386 കിലോഗ്രാമാണ്. ഇനി ഹെറോയിൻ എന്ന് പറയുന്ന നമ്മൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റൊരു ഡ്രഗ്, അത് 2017 2146 കിലോഗ്രാമാണ് പിടിച്ചെടുത്തതെങ്കിൽ 2021 വരുമ്പോൾ 7282 കിലോഗ്രാമാണ്. അതായത് 100%-ലധികം വലിയ വർധനവാണ് നമ്മുടെ ഇവിടെ ലഹരിയുടെ മാർക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് UN അടക്കമുള്ള ചില അതോറിറ്റീസ്, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇൻ്റർനാഷണൽ നാർക്കോട്ടിക് സെൻട്രൽ ബോർഡ് എന്ന് പറയുന്ന ബോർഡുണ്ട്. ആ ബോർഡ് പറഞ്ഞേക്കണത് 2022 റിപ്പോർട്ടിൽ, ആനുവൽ റിപ്പോർട്ടിൽ അവർ ഇന്ത്യയോട് പറഞ്ഞേക്കണത് പ്രോ ആക്റ്റീവ് റെഗുലേഷൻ, എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രോ ആക്റ്റീവായിട്ടുള്ള ഇത് വർധനവ് തടയാനുള്ള റെഗുലേഷൻസ് ഇന്ത്യ നടപടിയെടുക്കണമെന്നും, ആ നടപടി എടുക്കാനുള്ള കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഏതാണ്ട് 7% വരുന്ന ഗ്ലോബൽ ഒപ്പിയം സീസേജ്, അതായത് ഒപ്പിയം പിടിച്ചെടുക്കുന്നതിൻ്റെ 7% ഇന്ത്യയിൽ നിന്നാണ് പിടിച്ചെടുക്കുന്നതെന്നും, അതുപോലെ 9% വരുന്ന ഹെറോയിൻ ലോകത്ത് പിടിച്ചെടുക്കുന്നതിൽ ഇന്ത്യയിൽ നിന്നാണെന്നുള്ള കണക്കുകളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിനനുബന്ധമായി ഞാൻ മറ്റ് ചില കണക്കുകൾ കൂടി നിങ്ങളോട് പറയാം. ഇപ്പോൾ ഹെറോയിൻ 3 ടണ്ണാണ് നമ്മൾ ഗുജറാത്തിൽ നിന്ന് സെപ്റ്റംബർ 2021 പിടിച്ചെടുത്തത്. 3 ടൺ ഹെറോയിൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 2021 364 കിലോഗ്രാമാണ് നമ്മൾ ഈ പറയുന്ന കൊക്കൈൻ പിടിച്ചെടുത്തത്. കൊക്കൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതീവ സാധാരണക്കാരനൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത, ഒരു ഗ്രാമിന് ഏതാണ്ട് 1 ലക്ഷം രൂപ വിലയുള്ള വലിയ വില കൂടിയ ഡ്രഗാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ കൊക്കൈൻ 2021 മാത്രം പിടിച്ചെടുത്തത് 364 കിലോഗ്രാമാണ്. ഇത് സാധാരണ നമ്മുടെ ഇന്ത്യയിൽ ഒരു 40 കിലോഗ്രാം ആയിരുന്നു ഒരു വർഷം ആവറേജായി പിടിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ 2021 പെട്ടെന്നത് ദുബായ്, UAE, ബെൽജിയത്തിലേക്ക് പോകുന്ന ഒരു ഷിപ്പിൽ നിന്ന് നമ്മൾ 300 കിലോഗ്രാം കൂടി പിടിച്ചെടുത്തു എന്ന് നിങ്ങൾ അറിയണം. എന്ന് പറഞ്ഞാൽ ഇന്ത്യ അതീവ ഗുരുതരമായ അപകടത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കാൻ ഈ കണക്കുകൾ മാത്രം നിങ്ങൾ കേട്ടാൽ മതി.
ഈ പാകിസ്ഥാൻ്റെ അതിർത്തി പ്രദേശമായിട്ടുള്ള പഞ്ചാബ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, അവിടെ ഏറ്റവും കൂടുതലായി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളുള്ളതാണ്. അവിടെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളുടെ നമ്പർ എന്ന് പറയുന്നത് 65.5% ആളുകളാണ്. അതിൽ തന്നെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് 41.8% ആളുകളാണ്. ഹെറോയിൻ ഉപയോഗിക്കുന്നവരുടെ നമ്പർ എന്ന് പറയുന്നത് 20.8%. നോൺ ആൽക്കഹോളിക്കും അതുപോലെ നോൺ ടുബാക്കോ ആയിട്ടുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവരുടെ നമ്പർ 34.8%. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില അന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ ലുധിയാന എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊക്കെ മിക്കവാറും വീടുകളിൽ ഒരു 5 വീട് എടുത്തു വെച്ചാൽ ആ 5 വീടുകളിൽ ഒരാളെങ്കിലും വളരെ ഈ പറയുന്ന ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള വീടുകളിൽ തന്നെ അടച്ചിട്ടിരിക്കുന്ന ആളുകളെ പോലും കാണാൻ കഴിയുന്ന ലെവലിലേക്ക് പഞ്ചാബിൽ ഇത് അതീവ രൂക്ഷമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും പാകിസ്ഥാൻ്റെ അതിർത്തി കൂടിയാണ് പഞ്ചാബ് എന്നുള്ളതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകളിലൂടെ ഈ മയക്കുമരുന്നുകൾ യഥേഷ്ടം നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് പ്രവഹിക്കുന്നു എന്നുള്ളതാണ് അത് പറയാൻ അറിയുന്നൊരു കാര്യം. ഇതിനോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ടെററിസ്റ്റ് ആയിട്ടുള്ള പഞ്ചാബിലെ അമൃതപാൽ സിംഗ് എന്ന് പറയുന്ന ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിരുന്നു ടെററിസ്റ്റ് ആയതുകൊണ്ട്. വാരിസ് ദേ പഞ്ചാബ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തലവനാണ് അദ്ദേഹം കഴിഞ്ഞ തവണ പഞ്ചാബിൽ ഇലക്ഷന് നിന്നിട്ട് ജയിച്ചത് 1,90,000 വോട്ടുകൾക്കാണ് ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചത് എന്ന് കൂടി അറിയുമ്പോൾ പഞ്ചാബിലടക്കം ഇത്തരത്തിൽ തീവ്രവാദവും ഈ പറയുന്ന മയക്കുമരുന്നുകളും എത്രമാത്രം ക്ലബ് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമുക്ക് ഏറ്റവും കുറഞ്ഞത് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരാം. ഈ കേരളത്തിന് തൊട്ടടുത്ത് വെച്ചാണ് നമുക്കറിയാം ഒരു നോട്ടിക്കൽ മൈൽ ദൂരെ ഒരു ഷിപ്പിൽ നിന്ന് 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തത്. ആ മയക്കുമരുന്ന് പിടിച്ചെടുത്തത് ശ്രീലങ്കയിലേക്ക് പോകുന്ന ഷിപ്പായിരുന്നു. ആ 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് നമുക്ക് കിട്ടിയപ്പോൾ പോലും ഏതാണ്ട് അതിൻ്റെ പകുതിയോളം മയക്കുമരുന്നുകൾ അവർ കടലിലേക്ക് കളഞ്ഞു. 7 തവണ റാപ്പ് ചെയ്തിട്ടുള്ള, കടലിൽ കിടന്നാലും ഒന്നും സംഭവിക്കാത്ത രീതിയിലുള്ള കൃത്യമായ പാക്കിങ്ങോടുകൂടിയാണ് അവരിത് കൊണ്ടുവന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നു. അപ്പോൾ എന്നിട്ട് പോലും 25,000 കോടി രൂപയാണ്. അതിൽ നിന്ന് ചില ചെറിയ ബോട്ടുകളിൽ കേരളത്തിലേക്ക് കൂടി മയക്കുമരുന്നുകൾ എത്തിയിട്ടുണ്ടാകാം എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. ഇനി കേരളത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 616 കിലോ MDMA സീസ്ഡ് ഇൻ കോഴിക്കോടിലും അതുപോലെ തന്നെ 200 കിലോ MDMA ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് പിടിച്ചെടുത്തു എന്നുള്ളതാണ്. അതായത് പോലീസിൻ്റെ പട്രോളിങ്ങും പരിശോധനയും കുറച്ചുകൂടി കൃത്യമായി നടത്തിയപ്പോൾ ഏതാണ്ട് 818 കിലോ MDMA നമ്മൾ ഇത് പിടിച്ചെടുത്തു. സാധാരണ 10 കിലോയിൽ കൂടുതലുള്ളതിലാണ് നമ്മൾ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ക്വാണ്ടിറ്റികൾ കൂടി കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോഴും രാത്രികളിൽ ചില കടകളിലൊക്കെ വ്യാപകമായി ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടാൽ അവിടെ മിക്കവാറും ഡ്രഗ്സിൻ്റെ സെയിൽ ഉണ്ടാകും എന്ന് നമുക്ക് വിചാരിക്കാമെന്നാണ് അറിയപ്പെടുന്ന ഒരു കൊട്ടേഷൻ നേതാവ് തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലടക്കം ഇത് വ്യാപകമായി പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആളുകൾക്ക് മദ്യാസക്തി കുറയുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മറ്റേ ഈ പോലീസൊന്നും പിടിക്കാത്ത, ഊതിപ്പിച്ചാലും പ്രശ്നമില്ലാത്ത MDMA പോലെയുള്ള രാസലഹരി പദാർത്ഥങ്ങളിലേക്ക് ഇവർ കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ സിനിമകളിലൂടെയും മറ്റു പല മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഇൻഡയറക്റ്റായി ഇതൊക്കെ ഉപയോഗിക്കുന്നത് വലിയ ക്രെഡിറ്റാണ് എന്നുള്ള നിലക്കുള്ള ചില പ്രചരണങ്ങളുമൊക്കെ നടന്നു വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കേസുകളിലൂടെ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഓർഗനൈസ്ഡായി ഇന്ത്യയെ തകർക്കാൻ ടെററിസ്റ്റുകൾ ശ്രമിക്കുന്നതാണ് എന്നുള്ളതാണ്. ഈ ശ്രമിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷനുകളുടെ ഒരു വരുമാനം എത്രയുണ്ടെന്നൊന്ന് പരിശോധിക്കാം. അതിലൊന്ന് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അവരുടെ വരുമാനം 1.1 ബില്യൺ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.1 ബില്യൺ US$ അവരുടെ വരുമാനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 9,211 കോടി രൂപ വരും അവരുടെ വരുമാനം ഒരു കൊല്ലത്തേക്ക്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത്തരം ടെററിസ്റ്റ് ആക്ടിവിറ്റികളിലൂടെ മറ്റുള്ളവരെ കൊല്ലുന്ന കൊട്ടേഷൻ ജോലികൾ ഏറ്റെടുക്കുന്നതിലൂടെ ഏറ്റവും മേജർ വരുമാനം ഇതുപോലെയുള്ള ഡ്രഗ്സിലൂടെ എല്ലാം അവരുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ സെക്കൻഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ സെക്കൻഡ് ഓർഗനൈസേഷൻ ഞാൻ പറയുന്നത് താലിബാനാണ്. അവരിപ്പോൾ ഒഫീഷ്യലി അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നൊരു പാർട്ടിയാണ്. ആ ഭരിക്കുന്ന പാർട്ടിക്ക് അവർ ഭരിക്കാൻ കയറുന്നതിന് തൊട്ട് മുമ്പുള്ള കൊല്ലമുണ്ടായിരുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത് അവരുടേത്
800 മില്യൺ ആയിരുന്നു. അതായത് 800 മില്യൺ US ഡോളറാണ് അവരുടെ വരുമാനം ഉണ്ടായിരുന്നത്. ആ വരുമാനം എന്ന് പറയുന്നത് 6699 കോടി രൂപയാണ്. ആ 6699 കോടി രൂപയിൽ മഹാഭൂരിപക്ഷം ഏതാണ്ട് 85% അവരുണ്ടാക്കിയിട്ടുള്ളത് ഒപ്പിയം കൃഷിയിലൂടെയും ഹെറോയിൻ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെയുമാണ്. ആ ഒപ്പിയം വളർത്തുകയും അത് ഹെറോയിനാക്കി മാറ്റുകയും ചെയ്യുന്ന ലാബുകൾ ഉണ്ടാക്കുന്നതിലൂടെ ഇവർ ലോകത്ത് ഹെറോയിൻ സപ്ലൈ ചെയ്യുന്നതിൻ്റെ 82% സപ്ലൈ ചെയ്യുന്നത് ഈ പറയുന്ന താലിബാൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ രാജ്യം വരണമെന്നൊക്കെ പറഞ്ഞ് വാചകമടിക്കുന്ന ആളുകളാണ് എന്ന് നിങ്ങൾ അറിയണം. ഇപ്പോഴും അവർ ഒഫീഷ്യലി താലിബാൻ എന്ന് പറയുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ, ഭരണകൂടം ഭരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും കൃത്യമായി ഒപ്പിയവും ഹെറോയിനുമൊക്കെ യഥേഷ്ടം അവരുണ്ടാക്കി ലോകത്ത് മുഴുവൻ കച്ചവടം ചെയ്യുകയും എന്നിട്ട് ദൈവത്തെ വിളിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യം എനിക്കിതേവരെ ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് ഇവരുടെ ഒരു സബ്സിഡറിയായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഹാജി സലീം ഗ്രൂപ്പൊക്കെ. ആ സലീം ഗ്രൂപ്പിൻ്റെ ആണ് 25,000 കോടിയിലധികം വരുന്ന ഷിപ്മെൻറ്റ് ഇന്ത്യ പിടിച്ചെടുത്തത് എന്ന് നമ്മൾ കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാർക്കോ ടെററിസം എന്ന് പറയുന്നതാണ് ഇവരുടെ പുതിയ അജണ്ട. ഇന്ത്യയിലെ സാധാരണ പാവപ്പെട്ട ജനങ്ങളെ മയക്കുമരുന്നിന് അടിമകളാക്കാൻ, കുട്ടികളെയും അതുപോലെ ചെറുപ്പക്കാരെയും അടിമകളാക്കി ഇന്ത്യയെ തകർക്കുക എന്നുള്ള ഒരു ലെവലിലേക്ക് പാകിസ്ഥാൻ അനുദിനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കുപ്വാരയിൽ ഇന്നുണ്ടായ ആക്രമണമല്ല, അവരുടെ യഥാർത്ഥ ആക്രമണം ഇതാണ്. ചതിയും വഞ്ചനയുമാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നേർക്ക് നിന്ന് പോരാടിയാൽ ഇന്ത്യൻ സൈന്യത്തോട് ജയിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. ഇന്ത്യൻ സൈന്യത്തിന് ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കുകയും ഈ മയക്കുമരുന്നിൻ്റെ ലോബികളെ അമർച്ച ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മുടെ രാഷ്ട്രീയക്കാരടക്കമുള്ള സപ്പോർട്ട് ഇതിനുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്കറിയാം, ഈ കോടിക്കണക്കിന് രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവണം, അത് മേടിക്കാനുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവണം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളും ഒക്കെ ഇവിടെ പല കാര്യങ്ങൾക്കും വേണ്ടി പണം ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെന്നും ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെല്ലാം തന്നെ ചില കാർ ഡീലർഷിപ്പുകൾ എടുക്കുകയും റിയൽ എസ്റ്റേറ്റിൽ വലിയ ഫണ്ട് മുടക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളും ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഇതിനെതിരെ വിശദമായ ഒരു അന്വേഷണം നടത്തുകയും സൈന്യത്തിനൊരു ഫ്രീ ഹാൻഡ് കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ഇതിനെ നേരിടാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സൈന്യം വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ഈ സാധാരണ നമ്മൾ ഒരു എയർഫോഴ്സിനെ ഒന്നും ഉപയോഗിക്കാറില്ല ആക്രമണത്തിന്. എയർഫോഴ്സിനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ യുദ്ധം നേരിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷേ എയർഫോഴ്സുകൾ തയ്യാറായി വന്നപ്പോൾ ഈ വാജ്പേയി തടഞ്ഞു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും ലൈൻ ഓഫ് കൺട്രോൾ വിട്ട് അപ്പുറത്തേക്ക് ഒരു ആക്രമിക്കരുത് എന്ന് പറഞ്ഞു എന്നാണ്. നമ്മളുടെ പല പ്രധാനമന്ത്രിമാരും പല വലിയ രാഷ്ട്രീയക്കാരും പാകിസ്ഥാനോട് കാണിച്ചിട്ടുള്ള മഹാമനസ്കത കൊണ്ട് തീർച്ചയായും അവർ ഇന്ത്യ രാജ്യത്തെ കാർന്ന് തിന്നാനുള്ള മയക്കുമരുന്നുകളുമായി നമ്മുടെ നഗരങ്ങളിലേക്ക് എത്തിച്ചേരുകയാണെന്നുള്ളത് രാഷ്ട്രീയക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാകിസ്ഥാൻ ആർമിയെയും അതിൻ്റെ വൃത്തികെട്ട ISI എന്ന് പറയുന്ന ഇൻ്റലിജൻസ് സംവിധാനത്തെയും അടിച്ചു തകർത്തേ മതിയാവൂ. ഇതേ സമയം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കാം. പാകിസ്ഥാനിൽ നിന്ന് ഏതാണ്ട് 3.8 കോടിയോളം വരുന്ന ആളുകൾ ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്നുവെന്നും അവർ വലിയ രീതിയിൽ മറ്റു രാജ്യങ്ങളിൽ പോയി പോലും ഭിക്ഷാടനം ചെയ്യുന്നുവൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അത്തരത്തിൽ വലിയ തോതിൽ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തകർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചില ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മിലിറ്ററിയിൽ നിന്ന് പണം കൈപ്പറ്റുന്ന വലിയ തട്ടിപ്പ് സംഘങ്ങളാണ് ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിന് മുൻതൂക്കം കൊടുക്കുന്നത്. അവർ ഇനിയും സഹിക്കുന്നത് ഇന്ത്യക്ക് ആത്മഹത്യാപരമായിരിക്കും.